തിന്നൂടെ അങ്ങോട്ട് ബാഗേ. സ്വന്തം പെരിയിൽ വരുമ്പോഴെങ്കിലും ചൊക്കിനും ചേർക്കോ. നേരത്തെ കാലത്തും തിന്നൂടെ. ഓക്കുള്ളത് ഓളവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മാനോട്ട് തിന്നോളി. ഓൾക്ക് നേരാകുമ്പോൾ വന്നോളൂ. ഓളത് ഇഞ്ഞും കഴിഞ്ഞില്ലേമ്മ. ഞാൻ നീച്ച് വന്നപ്പോ തന്നെ ഉണ്ട് കെക്കലും പോലും. ഇഞ്ഞും കഴിഞ്ഞില്ലേ? എത്ര എടുക്കോളവിടെ സുമയ്യ. ഓ ഇജൊന്ന് മുണ്ടാന്നാ പെണ്ണേ. ഓളായി കഴിഞ്ഞിട്ട് വന്ന് തിന്നോളൂ. വടുക്കളയിൽ നിന്നിട്ടുള്ള പണിയല്ലേ, അല്ലാതെ വെയിലും മഴയും കൊള്ളാനൊന്നും പോണ്ടല്ലോ. അന്നെ കഴിഞ്ഞിട്ടെങ്കിലേ ആ പാത്രമൊക്കെ ഇട്ട് കൊടുത്തളാ. ഓള് കക്കിക്കോളൂ. ഇവിടെ വരുമ്പോഴെങ്കിലും കുട്ടികളെ കജ്ജും കോലും നടങ്ങി കണ്ടാ മതിന്നു. ഓള് കൊടുത്തളാ ചെല്ലി. സുമയ്യ എന്നാ ഇതുകൂടി കക്കിക്കളട്ടാ. ഇമ്മ പറയാണ് എനിക്കൊരു വൃത്തിയും വെടുപ്പൂല, വെള്ളത്തിലാണ് മുക്കി എടുത്തേക്കുള്ളൂന്ന്. ഇജാവുമ്പോ നല്ല വൃത്തിക്കും വെടുപ്പിക്കും കെഗുന്ന്. എന്നത് കക്കിക്കളട്ടാ. ആ ആയിക്കോട്ടെ, അവിടെ വെച്ചളി. അനക്ക് ബുദ്ധിമുട്ടൊന്നും ആകൂലല്ലോ അല്ലേ? പൊന്നാര മാളെ, ഇജിപ്പത്തിനാ ഓളെ ബുദ്ധിമുട്ട് നോക്കണത്. അൻ്റോടിയില്ലേ നാത്തുമാര് വരാനും പോകാനും ഉണ്ണി. ഇവിടെ പനക്ക് ഒറ്റ ഒന്നുള്ളൂ. അവിടെ എനിക്ക് 2-3 കേറി ഇറങ്ങാണ്ട്. കുട്ടി നേരത്തിനും കാലത്തിനും വല്ല തിന്നലെന്നെ ഉണ്ടാവോ. നാത്തുമാരെ നോക്കി നിക്കണ്ടേ പോകുവോളം. അത് വന്ന എത്ര ദിവസം കഴിഞ്ഞിട്ടാ പോകുക. ഇവിടെ വന്ന കുട്ടികള് തടി അഞ്ഞ ഒത്തും ചെഞ്ചണ്ട. ഇവിടെ വരുമ്പോഴേ എങ്ങൾക്കും ഒരു കജ്ജിനും കാലിനും അടക്കുള്ളൂ. തിന്നാനാവുമ്പോളേ ഇമ്മാന്റെ കുട്ടികൾ പറഞ്ഞാ മതി, ഓളെടുത്ത് തരും. അവിടെ പോയി അടങ്ങി ഒടങ്ങി എവിടെയെങ്കിലും പോയി കുത്തിർന്നാ ചെല്ലേ. അല്ല സുമയ്യ, ദത്താപത് കഥ. നേരം 10 മണി കഴിഞ്ഞിക്കണ്. ഓക്ക് കുറച്ച് ഞാൻ കഞ്ഞിയും കൂട്ടാനൊക്കെ വേണ്ടി വരും. വല്ലതും പള്ളേക്ക് ആക്കണമെങ്കിൽ എത്തേലും ചൊക്കിനും ചെറുക്കൊന്നും ഉണ്ടാക്കി വെച്ചൂടെ. എന്നാ ഈ പാത്രം കൂടെ എടുക്കി വെക്കി വെച്ചളാ. ഇത് പത്താ കഥ ഇഞ്ഞും കഴിഞ്ഞില്ലേ? ഇതത്തെ ഹോട്ടലാണ് അവിടെ? അല്ല നല്ല സീനുണ്ടല്ലോ. ഒന്നും തിന്നില്ലപ്പോ? ഇജെത്തിയോ? അല്ല ജപ്പങ്ങാനും ഇറങ്ങി പോയതാ വരെ ഈ പേരിന്ന്. അനക്ക് പള്ളയെ പയച്ചിനൊന്നുമില്ലേ? ഓളെ സൂല് 16 വട്ടം വിളിച്ചിക്കണ്. ഓൾക്ക് പള്ളയെ പയച്ചുണ്ടാവൂല, അല്ലാതെത്താ. എങ്ങനെയാ മോക്കായിട്ട് പള്ളയെ പയച്ചാക്കണത്? ഉള്ള പണി മുഴുവൻ ഓൾക്ക് ഒറ്റ കിട്ടുകൊടുത്തിട്ടല്ലേ? എല്ലാരും കൂടി എടുത്ത വേഗം തീരുവല്ലേ പണിയൊക്കെ? ആരാണ് ഇവിടെ പണിയെടുക്കാത്തത്? അന്റെ കല്യാണത്തിന് വേണ്ടിയായി ഈ പേരയും കൂടിയായി ഇച്ചേൽക്ക് ആക്കി വെച്ചതേ അന്റെ 2 പെങ്ങന്മാരും ഞാനുമാണ്. അല്ലാതെ ഒരു മനുഷ്യന്മാരും ഇവിടക്ക് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പൊ വെയിലും മഴയും കൊള്ളണ്ട, പുറത്തേക്കൊന്നും ഒരു സാധനത്തിന് ഇറങ്ങണ്ട. ഒക്കെ പെരേന്റെ ഔത്ത് കൊണ്ടുവച്ചിക്കണേ. അത് ആവശ്യത്തിനെടുത്തൊന്ന് പാകാക്കാനപ്പ എന്റെ കെട്ടിയോക്ക് വെച്ചാത്തത്. ഇത് നല്ല കൂത്ത്. ഞാൻ അങ്ങോട്ട് വക്കാനത്തിനൊന്നുമില്ലമ്മ. സുമയ്യ പയച്ചിട്ട് പറ്റ തിന്നാത്തിന് വളം വെച്ചാച്ച്. കുട്ടികളൊക്കെ വരുമ്പോഴുള്ളൂ ഒരു 4 അരി ഏറെ ഉണ്ടൊരു പണി. അതിപ്പോ ഒരു പണിയാണ്. ഏതായാലും വെച്ചുണ്ടാക്കി തിന്നു. അതിൽക്കൂടെ രുചി ഏറെ ഇടുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് ഇടങ്ങേറ്. ഇജ്ജിപ്പോ തൽക്കാലേ ഞാൻ പറഞ്ഞൊരുങ്ങാൻ നോക്കിക്കോ. ഇത്ര ആക്കിക്കണ ഉമ്മാക്കേ ഒറ്റക്ക് ജീവിച്ചാനും അറിയാം. ഞാൻ കാണുമ്പോ എങ്ങനെ, അപ്പൊ ഞാൻ കാണാത്ത കൂടെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും. നിങ്ങളൊന്നും മുണ്ടണ്ട, അതപ്പൊ നല്ലത്. ഞാൻ മുണ്ടാന്നിട്ടേ ഇപ്പൊ ഇങ്ങനത്തെ ഗതി വന്നത്.
ഗൾഫിക്ക് പോകുമ്പോൾ ഇമ്മാക്കൊരു തോണയിക്കോട്ടെ ഇതിലെ കല്യാണം കഴിച്ചത്. ഇപ്പൊ അതൊരു വിലയായി. ഇനി ഒന്നും ചിന്തിച്ചാലല്ല, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അയ്യേ, എത്തൊക്കെ ഇമ്മ ഇവിടെ നടക്കണത്? ഇങ്ങക്കെങ്കിലും ഒന്നും മുണ്ടാതൊന്നൂടെ? മനസ്സന്മാര് കേൾക്കുന്നുള്ളൊരു വിചാരം കൂടി ഇല്ല. അതിനിപ്പോ സൂലോ മനസ്സന്മാര് കേൾക്കാൻ പറ്റാത്തൊന്നും ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പൂവി വിളിച്ചിക്കണ്, ഈ ഫോണ് ചെലപ്പോ തൊച്ചയും കേൾക്കൂല. ഇതിപ്പോ പെണ്ണിന് രാവിലെ തന്നെ. ആ പെണ്ണേ, ആ അതിപ്പോ എത്തിയാവോ ഉമ്മാന്റെ ഫോണൊക്കെ ആകെ കേട് നിക്കണ്. അല്ലേ, ഇന്നും നാളെ ഒരു സ്കൂളൊന്നും ഇല്ലല്ലോ, കുട്ടികളെയും കൂട്ടിയിട്ട് പോര്. ആ സൂലു ഉണ്ടല്ലോ ഇവിടെ, എങ്ങനെയൊക്കെ നിങ്ങൾക്കൊന്ന് കൂടി പാർക്കാൻ കജ്ജുള്ളൂ. അതെങ്ങനെ പെണ്ണെ പറ്റണ്? ഇമ്മാക്ക് ഇവിടുന്ന് പാടി പുറത്തിറങ്ങാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇപ്പൊ ഓനുള്ളതല്ലേ, ഓലിട്ട് കണ്ടൊന്നും എനിക്ക് എവിടെയും വന്ന് നിൽക്കാൻ പറ്റൂല. ഇപ്പൊ ഇജൊരു കാര്യം ചേച്ചി, കുട്ടികളെയും കൊണ്ടിട്ട് പോര്. ആ ഏ ഇങ്ങോട്ട് കാട്ടിക്കാണി. എടി വൈകുന്നേരത്തിന് പോരടി. ആ നോക്കല്ല ഇജ്ജ് മന്ന. എനിക്ക് നല്ല സീനുണ്ട്, ഞാൻ കുറച്ചു നേരം കിടക്കട്ടോ. ആ സീനുണ്ട്, ഇത് കിടന്നോ, ഞാൻ വിളിക്കാം. അതിനെന്താ, ഓണ്ടല്ലോ ഇവിടെ, ഓനെ പറഞ്ഞേക്കാം. എന്നാ നമുക്ക് സുഖമായിട്ട് പോരാലോ. എടി ഇന്നും നാളെയും പറഞ്ഞ് നാളെ വൈകുന്നേരത്തിനോട് പോയാ പോരെ? ഞാനൊക്കെ അങ്ങനെ കാട്ടണേ. ഇജ് മാണച്ചാ പറ, ഓനെ വിടാ. ഈ ജോളോട് കുട്ടികളോടെ മാറ്റി ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞോളാ. എന്നാ പിന്നെ ഓന് വന്നെടുക്ക ഉണ്ടെന്നാ മതിയല്ലോ. ആരെമ്മ ഫോണില്? ആടാ നമ്മളെ പൂവിയാണേ, ഓക്കിട്ട് പോരണോലോ. അതിനിപ്പോ എന്താ പ്രശ്നം? വന്നോട്ടെ. ആ വന്നോട്ടേന്നോ? ഓൻ്റെ എടാ ഓള് 2-3 കുട്ടികളും കൂടി ഒറ്റക്ക് അച്ചേൽക്കാണ് ഈ പോരുന്നത്. ഇജ് വണ്ടിയും കൊണ്ട് പോയിങ്ങാണ്ടേ അയിട്ടങ്ങോട്ട് പോയി കൊടുന്ന ഒരു ശനി ഞായറും വരുന്നത് നോക്കി കുത്തിറക്കണിച്ച കുട്ടികള് ഇങ്ങോട്ടൊന്ന് വരാന്. എനിക്കിപ്പോ എവിടേക്കും പോകാനൊന്നും ഇല്ലല്ലോ. ആ എനിക്ക് ചിലപ്പോ പോണ്ടി വരുമ്മ, സുമിയാക്ക് നല്ല സീനുണ്ടെന്ന് പറയുന്നുണ്ട്. സീണോ? അതിന് എവിടക്ക് പോണ്? വല്ല ആസ്പത്രിയിൽ കൊണ്ടുപോകണമ്മ, അല്ലാതെ ഇപ്പൊ എടുക്ക. ഓഞ്ച പൊട്ടാ, സീണം കൊയക്കുന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ നിക്ക. എടാ ഇതൊക്കെ ദുനിയാവിലെ മനസ്സിന് പറഞ്ഞിട്ടുള്ളതിനാണ്. കൊയക്കും സീണം ഒക്കെ ഉണ്ടാകും. ജീവനുള്ളൊരു തടിയല്ലേ. ഓളെ നേരത്തിന് തിന്നാത്തതിന്റെ കാരം. നേരത്തിന് കാലത്തിലേ ഒന്ന് തിന്നാൻ പറഞ്ഞു കൊടുക്ക്. നേരത്തിന് വെച്ചുണ്ടാക്കണ നോക്ക്. എത്ര നേരത്തിന് വല്ലതും എടുത്ത് ബൾബിൽ തിന്നാൻ വെച്ചേ? ഓൾ ചെറിയ കുട്ടിയറ്റെ, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. അതിന് വെറുതെ പൈസയും മുടക്കിയാണ്ട് ആശുപത്രിയിൽ അവിടെ ഇവിടെയും കൊണ്ടുപോകാൻ നിൽക്കണ്ട. ആ ഞാനതെല്ലാം നോക്കട്ടെ. പോണ പോക്കലേ ഓളെ കുറച്ചോളെ കൂടിയിൽ കൊണ്ടാക്കണം കരുതുന്നുണ്ട്. ആ എത്തിന് ഇപ്പൊ ഉടുക്കും പോണ്ട. ഒന്നാമത് കുട്ടികള് വരുന്നുണ്ട്, ഐറ്റങ്ങൾ ചിരിച്ചും കളിച്ചും വരുന്നത് തന്നെ എല്ലാരും ഒന്ന് കാണാനാ. എന്നിട്ട് ഇജ്ജ് ഓള് ഇവിടുന്ന് പോക. ഇപ്പൊ ഏതായാലും നടക്കൂല, ഇപ്പൊ ഉടുക്കും പോണ്ട. ഒന്നാമത് ഇപ്പൊ ചെറുക്കപ്പെടും വന്നിട്ടുള്ളൂ, അപ്പൊ തന്നെ ഓളെ ഇട്ടെറിഞ്ഞ് പോക. നോക്കിയാ ജോന്റെ ഒരു കൗശലം. ഇവിടെ നിന്നാലേ പണി എടുക്കേണ്ടി വരും. അതിന് മെല്ലെ ഓളോടെ കൊണ്ടാക്കുകയാണ്. എന്നാ പിന്നെ കാലാകാലം അവിടെ കൂടിയാ പോരെ, ഇവിടെ നിൽക്കണ്ടല്ലോ. സുബയ്യ, സുമയ്യ. ആ അല്ല, എത്തപ്പോ എനിക്ക് ഇപ്പൊ ഒരു പോക്ക്? ഇപ്പൊ കുട്ടികളും മക്കളും ഒക്കെ വരുന്നുണ്ട്, ഓരും ഇവിടെ ഉള്ളതാണേ. എന്നിട്ട് പറ്റി എനിക്ക് ഇപ്പൊ ഒരു പോക്കുണ്ടായത് പെട്ടെന്ന്? അത് പിന്നെ എനിക്ക് നല്ല സുഖമല്ല. ഇപ്പോഴാണെങ്കിൽ താത്താരും ഉണ്ടല്ലോ ഇവിടെ. അപ്പോ ഓല് പറഞ്ഞു 2 ദിവസം പാർത്ത് വരാന്. അത് ശരി. അപ്പൊ ആണുങ്ങൾ പറയണ പുറപ്പെട്ട് ഒരുങ്ങി പോകാൻ നിക്ക. ഇവിടെ ചോദിച്ചാലും പറയാനൊന്നും ആരുമില്ലേ?
ഇതുവരെ എന്തേന്നോ പഠിച്ച് കാട്ടീനിയത്? ഓൻ വന്നപ്പോ എത്തപ്പോ എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം. ഓനോട് പറയാ ഇജ്ജാട് മാറ്റി പോകുക. ഇമ്മ ഓളോട് വെറുതെ ചോദ്യം ചെയ്ത് നിൽക്കണ്ട. ഞാൻ പറഞ്ഞിട്ടോള് പോണത്. ഇജ് വരുന്നേന്റെ തലേന്നാണ് ഓള് പോയിങ്ങാണ്ട് വന്നിക്കണത്. ഇനി ഇപ്പൊ പെട്ടെന്നൊരു പോക്ക് മാണ്ടാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇമ്മ നിങ്ങൾ വെറുതെ വാസിക്ക് നിൽക്കണ്ട. ഓൾക്ക് നല്ല സീനുണ്ട്. തൽക്കാലം ഓളോളെ പേരെ പോയി കുറച്ച് നിൽക്കട്ടെ. ഒക്കെ ആദ്യം കൂട്ടി തന്നെ നിങ്ങൾ രണ്ടാളും തീരുമാനിച്ചതല്ലേ. ഇനി അതിലൊരു മാറ്റം ഉണ്ടാകൂലല്ലോ. ഒക്കെ നടക്കട്ടെ. തള്ളാരെന്നൊരു വില വേണ്ട. എന്നാ ഞാനും തീരുമാനിച്ചിക്കണേ. തൽക്കാലം ഇപ്പൊ നിങ്ങൾക്കേ ഓളെ പന്തട്ടി കളിച്ച ഞാൻ സമ്മതിച്ചു തരാം. ഓളെ ഞാൻ കൊണ്ടുപോവുകയാണ്.